Hello, Namaskaram. ഞാൻ ഹർഷ and welcome back to our channel Lifestyle Beats with Harsha. ഇന്നത്തെ വീഡിയോ ഒരുപാട് ഈസി പീസി ആയിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. ഇന്നത്തെ ഹോം റെമഡി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് റിമൂവലിനുള്ള ഒരു അടിപൊളി ഹോം റെമഡിയാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഈസി ആയിട്ടുള്ളൊരു ഹോം റെമഡി ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല. അപ്പം നമുക്ക് അധികം സമയമൊന്നും കളയാണ്ട് നേരെ വീഡിയോ കണ്ടു നോക്കാം. ഈ ഒരു ഹോം റെമഡിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് ടൂത്ത് പേസ്റ്റ് ആണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ്, വൈറ്റ് കളർ ടൂത്ത് പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അടുത്തത് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, റെഗുലർലി ഇപ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമ്മൾ വീട്ടിൽ കുക്കിംഗ്, ബേക്കിംഗ് ഒക്കെ നടത്താറുള്ളതാണ്. അത് കാരണം ബേക്കിംഗ് സോഡയെല്ലാം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടും കാണപ്പെടുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റായി, ബേക്കിംഗ് സോഡയായി. അടുത്ത നമുക്ക് വേണ്ടത് ബ്രഷാണ്. ഒരു ടൂത്ത് ബ്രഷാണ്. നിങ്ങൾ യൂസ് ചെയ്ത് ഉപയോഗിച്ചിട്ടുള്ള ടൂത്ത് ബ്രഷ് ആയാലും കുഴപ്പമില്ല. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ടൂത്ത് ബ്രഷ്, ഒരു 10 രൂപയുടെ ടൂത്ത് ബ്രഷൊക്കെ ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു എംപ്റ്റി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടുക. ഇതിലേക്ക് ഇനി നമ്മൾ ഈ ടൂത്ത് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇതിന് ശരിക്കും അങ്ങനെ ഒരു ക്വാണ്ടിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് എത്ര ഫേസിൽ എവിടേക്കാണോ ബ്ലാക്ക് ഹെഡ്സിൻ്റെ പ്രോബ്ലം അത്രയും ഭാഗത്തിടാനായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി എടുത്താൽ മതി. പിന്നെ ടൂത്ത് പേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പം ഈ ബേക്കിംഗ് സോഡയും ടൂത്ത് പേസ്റ്റും നന്നായിട്ടൊരു പേസ്റ്റ് ഫോമിലാവണം. അപ്പം ഒരു ഏകദേശം വെച്ച് നിങ്ങൾ എടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടേക്കാണോ ബ്ലാക്ക് ഹെഡ്സിൻ്റെ പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇപ്പം എനിക്ക് ഈ ഒരു നോസിൻ്റെ ഈ ഒരു ഭാഗത്തും പിന്നെ കുറച്ച് ചിന്നിൻ്റെ താഴെയായിട്ടും മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഹെഡ്സിൻ്റെ പ്രോബ്ലം വരാറ്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്തിരി എടുത്തിട്ട് നമ്മുടെ മൂക്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളതെല്ലാം നമ്മൾ ഈ ടൂത്ത് പേസ്റ്റിൽ എടുത്തിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കണം. റബ്ബ് ചെയ്യുമ്പോൾ ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത്. ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് ഒരച്ചുകൊണ്ടിരിക്കണ്ട. ഒരു 3-4 മിനിറ്റ് ജെന്റിലി മാത്രം ഒന്ന് നമ്മൾ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അധികം നേരമൊന്നും വെക്കൊന്നും വേണ്ട. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും ഒരു നോസ് നമ്മുടെ ഒരു ഷൈനി ആയിരിക്കുന്നത്. ഇങ്ങനെ ഷൈനി ആവാൻ കാരണം നമ്മുടെ ഫേസിൽ നമ്മുടെ ഈ ടീ സോൺ ഏരിയയിലെ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോയി, ഓയിലിനെസ് എല്ലാം പോയത് കൊണ്ടാണ്. നല്ലൊരു സ്മൂത്ത് ആവും നമ്മുടെ നോസും. നമ്മുടെ ഈ ചിൻ ഏരിയയൊക്കെ നന്നായിട്ട് ബ്ലാക്ക് ഹെഡ്സ് എല്ലാം പോകും. നമ്മളിതിൽ യൂസ് ചെയ്തേക്കുന്ന ബേക്കിംഗ് സോഡയാണ്. ബേക്കിംഗ് സോഡ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഫേസിന് നല്ലൊരു എക്സ്ഫോളിയേറ്റർ ആണ്. ആൻഡ് മോറോവർ ബേക്കിംഗ് സോഡ നമ്മുടെ ഫേസിൻ്റെ pH ലെവലിനെയും ഒന്ന് ബാലൻസ് ചെയ്യും. വളരെ ഈസി, വളരെ സിമ്പിൾ, ഒട്ടും ടൈം ചിലവാക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ഹോം റെമഡിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു പാടുമില്ല, നമുക്ക് ഒരുപാട് തലവേദനയില്ല. ആ സാധനം വേണം, ഈ സാധനം വേണം, 2 സാധനങ്ങൾ മതി. ഈ 2 സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കും, അത് ഉറപ്പാണ്. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ഏതൊരു കുഞ്ഞു കടയിലും ഇപ്പം നമുക്ക് ബേക്കിംഗ് സോഡ വാങ്ങിക്കാവുന്നതുമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.